ചായയോടൊപ്പം മനസ്സ് നിറയുന്ന സ്നേഹം വിളമ്പുന്ന ദുബൈയിലെ ഒരു ചായക്കട. ദുബൈയിലെ ഈ സ്നേഹത്തിന്റെ ചായക്കടയിൽ ജോലി ചെയ്യുന്നത് ഈ നാടിന്റെ ഭാഷയിൽ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യമുള്ള ആളുകളാണ്. ഡൗൺ സിൻഡ്രോം ബാധിച്ച് ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ നടത്തുന്ന ഈ ചായക്കടയെ ദുബൈ ജനത ചേർത്തുപിടിക്കുകയാണ്. ഇതാദ്യമായല്ല ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ UAE-യിൽ ഇത്തരമൊരു സംരംഭം നടത്തുന്നത്. മുമ്പ് നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിൽ അബുദാബിയിൽ ആരംഭിച്ച ബി കഫേ UAE ഭരണാധികാരികളുടെ ഉൾപ്പെടെ കയ്യടി നേടിയിരുന്നു. അമേരിക്കയിലെ പ്രശസ്തനായ ഇൻഫ്ലുവൻസറും മോട്ടിവേഷണൽ സ്പീക്കറുമൊക്കെയായ നിക് സാന്റോനെസ്റ്റാസോ അമേരിക്കയിൽ നിന്ന് ദുബൈയിലേക്ക് താമസം മാറിയതിന്റെ കഥ നമ്മൾ കേട്ടതാണ്. ജന്മന ജനിതക രോഗം ബാധിച്ച നിക്ക് ദുബൈയിൽ ഒരു അവധിക്ക് വന്ന് പിന്നീട് അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് തീരുമാനിച്ചയാളാണ്. അതിന്റെ ഒരു കാരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. I was at the beach one day and I needed to use the restroom. I noticed that there's 3 restrooms. There was a male restroom, there was a female restroom. ദുബൈയിലെ ബീച്ചിൽ പോയപ്പോൾ ഞാൻ 3 ടോയ്ലറ്റുകൾ കണ്ടു. പുരുഷന്മാർ, സ്ത്രീകൾ, മറ്റൊന്ന് POD. അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിനാൽ ഞാനൊരു ജീവനക്കാരനോട് ചോദിച്ചു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാർ, ഈ ബാത്റൂം നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇവിടെ UAE-യിൽ ഞങ്ങൾ വികലാംഗർ അല്ലെങ്കിൽ അംഗപരിമിതർ എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. ഞങ്ങൾ അതിനെ നിശ്ചയദാർഢ്യമുള്ള ആളുകൾ, പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നാണ് വിളിക്കുന്നത്. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഈ രാജ്യം മറ്റാരേക്കാളും പരിഗണന നൽകുന്നുണ്ട്. അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ദുബൈ അൽ ഖുറൈർ സെന്ററിലെ 21 കഫേയാണ് ഇപ്പോൾ കപ്പുകളിൽ സ്നേഹം വിളമ്പുന്നത്. അംഗപരിമിതി നേരിടുന്നവർക്കുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കിയാലേ ഈ നാട്ടിലെ കെട്ടിടങ്ങൾക്ക് ലൈസൻസ് പോലും ലഭിക്കും. പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്ന പേര് മാത്രം മതിയാകും ഏതൊരാൾക്കും ഈ നാടിന്റെ നിലപാട് മനസ്സിലാകാൻ.